ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദി മന്ന ആൻഡ് ദി മെസ്സായ. സ്തോത്രം. ദി മന്ന ആൻഡ് ദി മെസ്സായ. മന്നയും മിശിഹായും, അതാണ് ഇന്നത്തെ മെസ്സേജിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് കർത്തൃമേശയെല്ലാം ഉണ്ടല്ലോ. നമുക്ക് വളരെ സ്തോത്രം ഒരുക്കത്തോടെയും ആഗ്രഹത്തോടെയും ആയിരിക്കാം കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ, ഇടപെടട്ടെ. വലിയ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും അത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങൾ തിരുവചനവുമായിട്ട് നിൽക്കുന്നു. ഞങ്ങളൊന്ന് ഇടപെടണം, ഞങ്ങൾ സംസാരിക്കണം. ഞങ്ങളുടെ കർത്താവ് ഉൾബോധത്തെ നീ ഞങ്ങൾ കർത്താവേ അപ്പ കൂടുതൽ നീ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം. പരിശുദ്ധാത്മാവ് മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കണം. അടിയനെ താഴ്ത്തിയേൽപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി, യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം, അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സസ് 4 and 5. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പറക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പറക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മൾ പാടിയിട്ടുണ്ട്. അന്ന് ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തതുപോലെ അവൻ ഇന്ന് എന്നെ പരിപാലിക്കും, അവൻ ഇന്ന് എന്നെ പോഷിപ്പിക്കും. ശരിയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് വെറും ഫിസിക്കൽ ഫുഡ് അല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇപ്പോൾ 40 വർഷം മന്ന കൊടുത്ത് പോഷിച്ചവൻ എന്നെ എന്തായാലും പോഷിപ്പിക്കും. ശരിയാണ്. ഇവിടുത്തെ നമ്മുടെ ഫിസിക്കൽ നീഡിനെ ഹല്ലേലൂയ അത് ദൈവം തീർച്ചയായിട്ടും മതിയായവനാണ്. എന്നാൽ അന്ന് അവർക്ക് കൊടുത്തത് ഒരു ഫിസിക്കൽ ഫുഡ് ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം, അതെ, സ്വർഗത്തിൽ നിന്നാണ് അപ്പം കൊടുത്തത്. എല്ലാ ദിവസവും രാവിലെ മഞ്ഞ് ഉറച്ച് കിടക്കുന്ന പോലെ അവർ ആ സ്തോത്രം അപ്പം കണ്ടു. സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ് കേട്ടോ. ഇനി അതേക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 78-ാം സങ്കീർത്തനം, അതിൻ്റെ 24-ാമത്തെ വാക്യം. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. സ്വർഗീയന്മാരുടെ ഭോജ്യമായ വസ്തുവാണ് അവർക്ക് കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയറ് നിറയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ചിലത് ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്നു, ചെയ്തെടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അതിനെ ഒരു പേരിട്ടു. അതിൻ്റെ പേരാണ് മന്ന. 16-ാം അധ്യായം പുറപ്പാട്, അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. സ്തോത്രം. അത് കോതമ്പരി പോലെയും, സ്തോത്രം, ആയിരുന്നു. കൊത്തമ്പലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോട് രുചിയുള്ളതും ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അത് അങ്ങനെയായിരുന്നാൽ അവർ അതിനെ മന്ന എന്ന് പേരിട്ടു. എന്നാൽ 40 വർഷം അവർ ഭക്ഷിച്ചിട്ടും അവർക്ക് അത് പറ്റി ബോറടിച്ചിട്ടില്ല, അല്ലേ? എനിക്ക് 2 ദിവസം ഒരേപോലത്തെ ഉപ്മാവ് തന്നാൽ ഞാൻ ജിജിയോട് നിന്ന് നോക്കും ഇങ്ങനെ. അപ്പോൾ ജിജിക്ക് അറിയാം. അപ്പം ഇവിടെ 40 വർഷം കഴിച്ചിട്ടും സ്തോത്രം അവർക്ക് ഒരു മടുപ്പും വന്നിട്ടില്ല. അപ്പം അത് എന്തൊരു ഭക്ഷണമെന്ന് ആലോചിക്കണേ. സ്തോത്രം. പക്ഷേ അത് സ്വർഗീയമായ ഭക്ഷണമായതുകൊണ്ടായിരിക്കാം. അതിന് മാത്രമല്ല, അതിന് സ്പിരിച്വൽ ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ടുമായിരിക്കാം. എന്നാൽ ഈ മന്നയെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ്. അതെങ്ങനെയാണ്? വായിച്ചാട്ടെ. സ്തോത്രം. 16-ാം അധ്യായത്തിൻ്റെ തന്നെ 7-ാമത്തെ വാക്യം. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. അപ്പോൾ അവർ ഭക്ഷണമില്ലാതെ പിറുപിറുത്തു. അതുകൊണ്ട് പറയുകയാണ്, പ്രഭാതകാലത്ത് നിങ്ങൾ എന്ത് കാണും? യഹോവയുടെ തേജസ് കാണും. അപ്പോൾ ഈ മന്ന ഇറങ്ങുമ്പോൾ ആ മന്ന എന്ന് പറയുന്നതിനെ മോശ പറയുന്നത് യഹോവയുടെ ഒരു തേജസ്സാണ് കേട്ടോ. അത് വെറും നിൻ്റെ വയറ് നിറയ്ക്കുന്ന ഭക്ഷണമല്ല. സ്തോത്രം. അത് യഹോവയുടെ ഒരു തേജസ്സാണ് കേട്ടോ എന്ന് അവിടെ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ.
താങ്ക് യു ഐസംബദറെ. ഹല്ലേലൂയ. അപ്പം ആ യഹോവയുടെ തേജസ് അത് എന്ന് വരെ അവർക്ക് കൊടുത്തു? എന്ന് വരെ അവർക്ക് മന്ന കൊടുത്തു. നിങ്ങളെല്ലാം വായിച്ചു കാണും. യോശുവയുടെ പുസ്തകം വായിച്ചാട്ടെ, അതിൻ്റെ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് മുതൽ ആ ആണ്ട് അവൻ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് അപ്പോൾ കനാൻ ദേശത്ത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആ ഹല്ലേലൂയ പ്രോമിസ്ഡ് ലാൻഡ് എത്തിയിട്ട് അവിടെ നിങ്ങൾ അവിടെ നിന്നും ഭക്ഷിക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ വരെ അവൻ എന്ത് ചെയ്തു? ഈ യാത്ര മുഴുവനും 40 വർഷം അവൻ ഈ ഭക്ഷണം കൊണ്ട് അവരെ പോഷിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ കൊടുത്തപ്പോൾ വളരെ വേഗത്തിൽ അതിൻ്റെ ചില കാര്യങ്ങൾ അതേക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സ്തോത്രം. അപ്പോൾ എന്ന് കിട്ടി, എന്തായിരുന്നു ആ ഭക്ഷണത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ എന്ന് വരെ കിട്ടി എന്നൊക്കെ നമ്മൾ അതിൽ കണ്ടു. ഇനി ഇത് ഒരു ഡെയിലി പ്രൊവിഷനായിരുന്നു. എല്ലാ ദിവസവും അന്നന്നത്തേക്ക് വേണ്ടുന്ന ഒരു പ്രൊവിഷനായിരുന്നു ഈ സ്വർഗത്തിൽ നിന്ന് അവർക്ക് വന്നത്. സ്തോത്രം. അതേക്കുറിച്ചൊന്ന് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം തന്നെ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ആ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലിരുന്നും ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ന കൊടുക്കാൻ സമയത്ത് അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു? അവർക്ക് ഭക്ഷണമില്ലാതെ അവർ മരിച്ചു പോകുന്നു എന്ന അവസ്ഥ എത്തിയപ്പോഴാണ്, അത്രയും ഒരു നീഡിലായിരിക്കുമ്പോഴാണ്, ഒരു ആവശ്യത്തിലും ആയിരിക്കുമ്പോഴാണ് സ്തോത്രം ഈ മന്ന ഇല്ലാതെ ഇരുന്ന അത്രയും ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലാണ് അവർക്ക് മന്ന ലഭിക്കുന്നത്. അതൊരു വലിയ ആശ്വാസം അല്ലേ? നമുക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതെ ആ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആശ്വാസം, സന്തോഷമുണ്ടല്ലോ. ഇവിടെ പറഞ്ഞത് ഇവർ 400 വർഷം അടിമവേല ചെയ്ത് കഠിനവേല ചെയ്ത് മരിച്ചാൽ മതി എന്ന് വിചാരിച്ച ആൾക്കാരാണ് ഇവരെ വാസ്തവത്തിൽ, കേട്ടോ. എന്നാൽ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? കാരണം ഇവിടുത്തെ ഈ പ്രശ്നത്തിൻ്റെ കാഠിന്യം നിമിത്തം അവർ പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ ആ ഇറച്ചിക്കാലത്തിൻ്റെ അരുത്തിരിക്കുമ്പോൾ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, വെറുതെ എന്തിനാ ഇതൊന്നും ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഇവിടെ വെച്ച് കൊല്ലുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നതാണ് ഈ മന്ന. അപ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്, കേട്ടോ. അല്ലേ, നമുക്ക് വിശന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ, അല്ലേ, അല്ലെങ്കിൽ ദാഹിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റ് കൊക്കക്കോളയ്ക്ക് കിട്ടത്തില്ലായിരിക്കും ചിലപ്പോൾ, അല്ലേ. സ്തോത്രം. അതിന് വെള്ളത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ടേസ്റ്റാണ്. എന്ന പോലെ വിശന്ന് അത്രയും ഇരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയതാ ഈ പോഷൻ. ഇനി ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഓരോ ദിവസത്തേക്കും അന്നേക്ക് ദൈവം എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്കിന്ന് കപ്പ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് രുചി കൊടുക്കുന്നത്, എന്നാൽ ഞാൻ മേടിച്ച ദിവസം ഓർക്കുന്നില്ലല്ലോ, 2-3 ആഴ്ചയായി കാണും ചിലപ്പോഴേ. എന്നാൽ ഇന്നത്തെ മന്ന അങ്ങനെയല്ല, കേട്ടോ. മന്ന അത് വളരെ ഒരു ദിവസത്തേക്കുള്ള മന്നയാണ് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളുകൾ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തോട്, അതേ ഇറ്റ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് സ്പിരിച്വൽ ആസ്പെക്ട് ഇൻസൈഡ്. വായിച്ചാട്ടെ അതിൻ്റെ 19-ാമത്തെ വാക്യം. പിറ്റേനാളത്തേക്ക് ആരും ഒന്ന് ശേഷിപ്പിക്കരുത്. പിറ്റേനാളത്തേക്ക് നോക്കണ്ട. നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലേ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന് അന്നന്നത്തെ കിട്ടിയാൽ മതി, നിങ്ങൾക്ക് എന്നും അന്നത്തെ ഭക്ഷണം കിട്ടിയാൽ മതി. അപ്പോൾ ദൈവം ഈ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ദൈവം ചിലത് അവരെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി, ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് ഫില്ലിങ് ദ സ്റ്റൊമക്ക്, ബട്ട് ദേ ആർ ടീച്ചിങ് സംതിങ് വാട്ട് ഗോഡ് വാണ്ട് ദം ടു ഡു. അതുകൊണ്ട് മന്ന ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് സ്പിരിച്വൽ ആസ്പെക്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്താ പറയുന്നത് 19-ാം വാക്യത്തിൽ, പിറ്റന്നാളത്തേക്ക് ആരും ഒന്ന് ശേഷിച്ചു. അപ്പം ഇനി പിറ്റന്നാളത്തേക്ക് ഇനി എന്തോ ചെയ്യും? പിറ്റന്നാളത്തേക്ക് വേണ്ടത് മുഴുവനും അതുപോലെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് നാളത്തെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നൊക്കെ ദൈവം പറയുന്നത് വെറുതെ പറയുന്ന ദൈവമല്ല, കേട്ടോ. നമ്മുടെ ദൈവം ആരെങ്കിലും വിചാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തോ, ഈ മന്ന കൊടുക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തോ, അവൻ അത് ശരിയാക്കി തരും. സ്തോത്രം. അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ എന്തു വേണ്ട, ഒന്നും കരുതണ്ട എന്ന് പറയുകയാണ്. ഇനി ഇതിപ്പോൾ എങ്ങനെയൊക്കെയുള്ളവർക്ക്, ആർക്കൊക്കെയുള്ള, ഒന്ന് വായിച്ചാട്ടെ അതിൻ്റെ 16-ാമത്തെ വാക്യം. ഓരോരുത്തിന് ഭക്ഷിക്കാവുന്നിടത്തോളം പറക്കിക്കൊള്ളുവീൻ,
താന്താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഓരോരുത്തന് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന ഭക്ഷണം എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. വളരെ ആക്യുറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ ആവശ്യം. അവിടെ ലീഡർ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് കുറച്ച് അധികം ഇല്ല, അവിടെ അങ്ങനെയില്ല. ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത അവനവൻ്റെ പ്രാപ്തി, ആഗ്രഹത്തിന്, ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന ഒരു ഭക്ഷണം. അല്ല, ഇത് വേറെ ഏതെങ്കിലും ഭക്ഷണത്തിന് പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിൽ അവിടെ കയ്യൂക്കുള്ള കാര്യക്കാരൻ അല്ലേ പറക്കാൻ പറഞ്ഞിരിക്കുന്ന പോയി ചെന്ന ഇല്ല. ഇത് എല്ലാവർക്കും അവരവരുടെ ദ വീക്ക്, ദ സ്ട്രോങ്, ദ പുവർ, ദ റിച്ച്, എവരിബഡി ഗെറ്റ്സ്, ഹല്ലേലൂയ, അക്കോർഡിംഗ് ടു ദെയർ നീഡ്. ദിസ് ഈസ് സംതിങ് സ്പിരിച്വൽ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് അവർക്ക് ദൈനംദിനം അവർക്ക് കൊടുത്തത്. സ്തോത്രം. ഇനി അടുത്തത് പറയുന്നത് എന്താന്ന്? ഇത് കഴിച്ച് അവരെന്തായെന്ന് പറയണേ? തൃപ്തരായി. ആയോ? വായിച്ചാട്ടെ അതിൻ്റെ 12-ാമത്തെ വാക്യം. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറക എന്ന് കൽപ്പിച്ചു. സ്തോത്രം. നിങ്ങൾ അപ്പം അവിടെ രാത്രിയിൽ വൈകുന്നേരം കാടയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കാടയെ തിന്നുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ഒരു കാട, 2 കാട എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ജിബുവിൻ്റെ കല്യാണത്തിന് ഒരുപാട് കാട തന്നു ഒരു ദിവസം, അല്ലേ? ജിബുവിൻ്റെ കല്യാണത്തിന് ആദ്യമായിട്ട് ഇല്ല, അല്ല കാടയല്ല, ടൈറ്റസിൻ്റെ. ഓ യാ ടൈറ്റസ് നമ്മുടെ ആളാണ് കേട്ടോ, നന്നായി മുറുകി പിടിച്ചോണം. ഹല്ലേലൂയ. അപ്പം അവിടെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കാട തിന്നുന്നത്. അപ്പം അവിടെ എത്ര വേണമെങ്കിലും കാട എടുക്കാം. ഇവിടെ അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു, കാരണം പ്രത്യേകിച്ച് കണക്കൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മന്ന അങ്ങനെയല്ല. മന്ന ഓരോരുത്തർക്കും അതിൻ്റെ പ്രാപ്തിക്കനുസരിച്ച്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, കാട തിന്നവന് തൃപ്തിയായോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ മന്ന തിന്നവൻ എന്താ എന്നാ പറഞ്ഞേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പിന്നെ കുത്ത് കോമ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് നിങ്ങൾ എന്താകും? തൃപ്തരാകും. ഹല്ലേലൂയ. അപ്പം ഈ ഡെയിലി നമുക്ക് കിട്ടുന്ന ഈ മന്ന കഴിച്ചിട്ട് നിങ്ങൾ എന്താകുമെന്നാണ് പറഞ്ഞേ? നിങ്ങൾ തൃപ്തരാകുമോ? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ ഭക്ഷണമാണ് മന്ന. നമ്മൾ കഴിച്ച് അത് തൃപ്തരാകും. ഹല്ലേലൂയ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? അത് ആ ദിവസത്തിൻ്റെ തുടക്കത്തിൽ, അല്ലെ, പ്രഭാതത്തിൽ നിങ്ങൾ കഴിച്ച് നിങ്ങൾ തൃപ്തരാകും. ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ എത്ര പേര് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ ആ മന്ന ഒന്ന് ശേഖരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ് ആ മന്നയുടെ പ്രത്യേകത, അത് പ്രഭാതത്തിൽ നിങ്ങൾക്ക് അത് ലഭിക്കും, അത് കഴിച്ച് നിങ്ങൾ തൃപ്തരാകും. പിന്നെയോ? പിന്നെ ഈ മന്ന കാണത്തില്ല എന്ന്. അല്ലെങ്കിൽ വായിച്ചാട്ടെ അതിൻ്റെ 21-ാമത്തെ വാക്യം. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും, വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. വെയിൽ മൂക്കുമ്പോൾ അതെന്താകും? അത് ഉരുകിപ്പോകും, പിന്നെ അത് കാണത്തില്ല. അപ്പോൾ ഈ മന്നയുടെ പ്രത്യേകത, അത് രാവിലെ കിട്ടും, പിന്നെ കാണത്തില്ല. പക്ഷേ ഈ മന്ന എവിടെയാ? മന്നയൊക്കെ അവർ കഴിച്ചു. പക്ഷേ ഈ രാവിലെ മുതൽ വൈകുന്നേരം അവർ ഓടുന്നത് ഈ മന്നയുടെ ശക്തി കൊണ്ടാകട്ടോ. മന്ന കാണുന്നില്ല, പക്ഷേ ഈ മന്നയുടെ ശക്തി കൊണ്ടാണ് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവർ ഓടുന്നത്. അതാ മന്നയുടെ പ്രത്യേകത. മന്ന കാണുന്നില്ലെങ്കിലും മന്നയുടെ ശക്തി എന്ത് കാണാൻ പറ്റും? നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ദിവസത്തേക്കും വേണ്ടുന്ന ഒരു പ്രൊവിഷനായിരുന്നു മന്ന. 3 ഒന്നെന്തായിരുന്നു? അത് ഇറ്റ് വാസ് ഫ്രം ഹെവൻ. ഇറ്റ് വാസ് ഫുഡ് ഫോർ ദ ഹെവൻലി. അങ്ങനെ മൂന്നാമത് പറയുന്നു, അതായത് അത് വന്നിട്ട് ഇറ്റ് വാസ് ആക്ച്വലി ടീച്ചിങ് ദം സംതിങ്, നോട്ട് ഓൺലി ജസ്റ്റ് ഫുഡ് ബട്ട് ടീച്ചിങ് ദം ഒബീഡിയൻസ്, എ ക്യാരക്ടർ ഡെവലപ്പിംഗ്. അങ്ങനെയുണ്ടോ? യെസ്. ഈ ഭക്ഷണം, ഈ സ്വർഗീയ മന്ന, അത് ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു. 16-ാം അധ്യായത്തിൻ്റെ തന്നെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അത് അറിയാം. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, വായിച്ചാട്ടെ. ഓരോരുത്തന് ഭക്ഷിക്കാവുന്നിടത്തോളം പറക്കിക്കൊള്ളുവീൻ, താന്താന്റെ കൂടാരത്തിലുള്ളവർ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പറക്കിയവന് ഏറെയും കുറേ പറക്കിയവന് കുറേയും കണ്ടില്ല. ഓരോരുത്തൻ താന്താനും ഭക്ഷിക്കാവുന്നിടത്തോളം പറക്കിയിരുന്നു.
പിറ്റാനാളത്തേക്ക് ആരും ഒന്ന് ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് ശേഷിച്ചു. അത് ക്രമിച്ചു നാറി മോശ അവരോട് കോപിച്ചു. നോക്കണേ, ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത കുറച്ച് എടുത്തപ്പോഴും അത് ഫുള്ളായി, കുറേ എടുത്തപ്പോഴും അത് എന്ത് ഫുഡാണേ. ഹല്ലേലൂയ. ഒരുപാട് വാരി എടുത്തപ്പോഴും അത് ഒരുപാടില്ല, ഒരിടം കഴിയേ അത് കാണുന്നുള്ളൂ. നാളേക്ക് വെക്കരുതെന്ന് പറഞ്ഞു, അത് വെച്ചപ്പോൾ അത് കേടായിപ്പോയി. അപ്പോൾ ഇവിടെ പറയുന്നത് കുറവ്, ഞാൻ ചിന്തിക്കുന്നു, കുറവ് പിറക്കിയത് ആരായിരിക്കും? ഒന്നുകിൽ വീക്കായിട്ട്, അല്ലേ, കയ്യിനും കാലിനും ബലമില്ലാത്തവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കും എന്തുണ്ടായത്, അത് കുറച്ച് പിറക്കിയത്, അല്ലേ. അല്ലേ പിന്നെ ഒരു കാറ്റഗറി ഉണ്ട്, അതാരാണ്? ലേസി പീപ്പിൾ, പിറക്കാൻ മടിയുള്ളവരെ. അങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട് ചെല്ലുമ്പോഴേക്കും വെയിലുദിച്ചു, അപ്പോൾ പിന്നെ അധികം കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവരും ചിലപ്പോൾ കാണാം. നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ദ പോസിബിലിറ്റീസ്. അപ്പം ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, അത് കുറഞ്ഞ് പറ്റാത്ത ബലഹീനനായിട്ടിരുന്നവനെ അവൻ ബാക്കപ്പ് ചെയ്യും. നോ, ഐ വിൽ മേക്ക് ഇറ്റ് ഫുൾ. ഹല്ലേലൂയ. ഇനി മടി പിടിച്ചവനോടും അവൻ പറയുന്നു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നടാ, സാരമില്ല, നീ ഇനിയെങ്കിൽ അടുത്ത ദിവസമെങ്കിലും നന്നായിട്ട് പിറക്ക് എന്ന് പറഞ്ഞ് അവനെ ബിൽഡപ്പ് ചെയ്യുന്ന കാര്യം. അവനെ ഉപേക്ഷിക്കുന്നില്ല, അവനും കുറവ് കിട്ടിയിട്ടില്ല. സ്തോത്രം. ഇനി അധികം പിറക്കിയവൻ എന്താ പറ്റിയതാ? സ്തോത്രം. അധികം പിറക്കിയവന് അവൻ ഗ്രീഡി ആയിരുന്നു, അല്ലേ. അതുകൊണ്ടല്ലേ അവൻ അധികം പിറക്കിയത്. കുറച്ചുകൂടി അധികം വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അവൻ ചെയ്തത്. പറയുകയാണ്, ഇല്ല മോനെ, സോറി, ഇറ്റ് വാസ് ക്യാരക്ടർ ബിൽഡിങ്, നോട്ട് ഓൺലി ജസ്റ്റ് സ്റ്റൊമക്ക് ഫില്ലിങ്. അപ്പോൾ ദൈവം അതിലൂടെ അവരെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഇനി ദൈവം അവരോട് പറയുകയാണ്, എന്ത്? നാളത്തേക്ക് വെക്കരുത്. അപ്പം നാളത്തേക്ക് ചിലവരെന്ത് ചെയ്തു? നാളെ കിടന്ന് ഉറങ്ങാലോ, അതാണ് പലരും വിചാരിക്കുന്നത്. ഇന്ന് കുറച്ചധികം പെറുക്കി കഴിഞ്ഞ് നാളെ രാവിലെ ലേറ്റായിട്ട് എഴുതാൻ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തുണ്ടായെന്നറിയാമോ? അത് വെറുതെ. നിങ്ങളേതെങ്കിലും ഒരു ഫുഡ് ഇന്ന് ഇതാക്കി കഴിഞ്ഞാൽ ചില ഫുഡ് എന്തെങ്കിലും കാണുമായിരിക്കും, കുറച്ചധികം ഇതാവും. അല്ലെങ്കിൽ ഇന്ന് കഴിച്ച ഇത് നാളത്തേക്ക് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും, അല്ലേ. ഇതങ്ങനെയല്ല കേട്ടോ. ഇത് കൃമി വെച്ച് തുടങ്ങിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഏതെങ്കിലും ഫുഡ് ഇന്ന് ഇല്ലാതെ നാളത്തേക്ക് വെച്ചാൽ കൃമി കാണുമോ? സംശയമാണ്. ഞാൻ ഈ കുഴിയപ്പെല്ലാം ഒരു 4 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിന് ഒരു ഇതുപോലെയൊക്കെ കാണാറുണ്ട്. എനിക്കറിയില്ല, ജിജിയൊക്കെ അങ്ങനെ കണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒറ്റ ദിവസം കൊണ്ട് ടേസ്റ്റ് മാറി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം കൊടുക്കുന്നൊരു ഫുഡുണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. അടുത്ത ദിവസത്തേക്ക് എന്താ എന്ന് പറഞ്ഞ ആൻറ്റി, അത് കൃമി വെച്ച് നാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റത്തില്ല. കാരണം ഇവനെ പഠിപ്പിക്കുക, ഈ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഫുഡാണ് അവന് കൊടുത്തത്. കുറവും കിട്ടിയില്ല, കൂടുതലും കിട്ടിയില്ല. എന്നാൽ നാളത്തേക്ക് വെച്ചാൽ അത് ശരിയാകത്തുമില്ല. ഇനി ഇതിലൂടെ ചെയ്ത മറ്റൊരു കാര്യം എന്താണ്? 16-ാം അധ്യായത്തിൻ്റെ തന്നെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്ന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥത ആകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ളത് ഉള്ള ശബത്ത്. ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേനാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, ക്രമിച്ചതുമില്ല. നോക്കണേ, അപ്പൊ ഇതേ സാധനം കർത്താവിൻ്റെ കൽപ്പനയോടുകൂടെ അത് ലഭിച്ചപ്പോൾ, ഒബീഡിയൻസോടുകൂടെ അതെടുത്തപ്പോൾ, നിങ്ങൾ നോക്കണമേ ഈ ഫുഡിൻ്റെ പ്രത്യേകത. 6 ദിവസവും അടുത്ത ദിവസത്തേക്ക് വെച്ചപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അത് ക്രമിച്ച് നാറിയെങ്കിൽ ദൈവം ഒരു ദിവസം സെറ്റ് ചെയ്തു. അന്നത്തേക്ക്
വേറെ പോളിഷ് ചെയ്ത ഫുഡെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അല്ല, അന്നത്തേക്ക് വേറെ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? പക്ഷേ അതേ സാധനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഇത് എന്തുണ്ടായി? അന്ന് എടുക്കുമ്പോൾ അതിനൊരു കുഴപ്പവുമില്ല. ഈ തലേ ദിവസം എത്ര ഫ്രഷായിരുന്നോ അതേ ഫ്രഷായിട്ടാണ് ഏഴാമത്തെ ദിവസവും അവർക്ക് കിട്ടുന്നത്. സ്തോത്രം! എന്താ കാര്യം? അവർ ഈ ഭക്ഷണം കൊടുക്കുമ്പോഴും അവരെ ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുന്നു, അവരെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു, അവരുടെ ബലഹീനതകളെ താങ്ങുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഡിവോഷന് സമയം കൊടുക്കുക ദൈവം ചെയ്യുന്നത്. ഒരു ദിവസം നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. ഒരു ദിവസം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഭക്ഷണത്തിലെ അതിൻ്റെ കൂടെ പാക്കേജാണ്. ഹല്ലേലൂയ! അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് അതെന്തായി? അത് ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഫ്രഷായിട്ട് ഇരുന്നു എന്ന് പറയുകയാണ്. അവർ അത്രയും എന്താ പറയുക, ദൈവം അവരെ വിശ്വാസം പഠിപ്പിക്കുകയാണ്, ഒബീഡിയൻസ് പഠിപ്പിക്കുകയാണ്, അല്ലേ? ഈ മന്നായിലൂടെ. സ്തോത്രം! നമ്മൾ പറഞ്ഞത് എന്താന്ന്? 40 വർഷം മന്ന കിട്ടിയതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മന്ന കിട്ടുമെന്ന് പറഞ്ഞ് മന്നയെ നമ്മൾ അങ്ങ് കൊണ്ട് നടക്കുക പോരാ. ദൈവം കൊടുത്തത് വെറും മന്ന, വെറും സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിരുന്നില്ല, മറിച്ച് ഇറ്റ് വാസ് എഡ്യൂക്കേഷണൽ, ഇറ്റ് വാസ് ക്യാരക്ടർ ബിൽഡിങ്, ഇറ്റ് വാസ് സപ്പോർട്ടിങ് ദ വീക്ക്. ഹല്ലേലൂയ! അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, ഈ മന്ന ആ ഏഴാമത്തെ ദിവസം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് വിശുദ്ധിയോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യണം? നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് അവിടെ മാറ്റിവെച്ചു. ഇനി എന്തുണ്ടായി? ചിലർ അന്നും പോയി നോക്കിയപ്പോൾ എന്തുണ്ടായി? ഒന്നും കണ്ടില്ല. സ്തോത്രം! എൻ്റെ ദൈവം എത്രയോ ക്ലിയർ. ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ അതുപോലെ അനുസരിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ചെയ്യണമെന്നും നമുക്ക് ബോധ്യമുണ്ടോ? ദൈവം ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ ചിലപ്പോൾ പഠിക്കത്തുള്ളൂ, അല്ലേ? നീ അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പോവും. പക്ഷേ ഇവരെന്തുണ്ടായി? അവിടെ പോയപ്പോൾ ഒന്നും കണ്ടില്ല. നാളത്തേക്ക് വെക്കരുതെന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ എടുത്തു വെച്ചു. അപ്പോൾ എന്തുണ്ടായി? അത് കൃമി വെച്ച് നാറി. ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കണോ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക്? അല്ല. അവൻ മന്നയുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചെങ്കിൽ ഇന്ന് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയ! ദൈവം അവരെ വിശ്വാസം പഠിപ്പിക്കുകയായിരുന്നു. സ്തോത്രം! ഇനി പിന്നൊന്നും കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഇറ്റ് വാസ് എ ടെസ്റ്റിമണി ഫോർ ജനറേഷൻസ്. അതെങ്ങനെയാണ്? വായിച്ചാട്ടെ. 16-ാം അധ്യായത്തിന് തന്നെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യം ആവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറയിൽ കാണിക്കേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഒരിടങ്ങഴി നിങ്ങൾ എടുക്കണം. എന്നിട്ട് അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക. അതിൽ നിന്ന് ഒരിടങ്ങഴി എടുത്ത് ഒരു പാത്രത്തിലെടുത്ത് അത് സ്തോത്രം ആർക്ക് വെച്ചിരിക്കുന്ന അവിടെ അതിന് അകത്ത് നിങ്ങൾ വെക്കണം എന്ന് പറയും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തലമുറകളെ കാണിക്കാൻ. നോക്കണേ, ആ മന്ന തന്നെയാണ് എത്ര വർഷങ്ങൾ, ജനറേഷൻസ് ആ മന്നായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം അനുസരണക്കേട് കാണിച്ചപ്പോൾ കൃമി വെച്ച്, അല്ലേ, നാറിയ ഭക്ഷണമാണ് അത്. ഒരു ഡിവോഷന് വേണ്ടി ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസത്തേക്ക് അത് ഇരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനറേഷൻസ്, വർഷങ്ങളോളം ഹല്ലേലൂയ, അത് ആ ഒരിടങ്ങഴി അവിടെ ഇരുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അത് ഒരു പൊൻപാത്രത്തിലാണ് വെച്ച്. ഇവിടെ പാത്രത്തിൻ്റെ ഇത് പറയുന്നില്ല, പക്ഷേ പിന്നീട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യവും എടുത്തില്ല. അപ്പം അത് ആ പൊൻപാത്രത്തിലാക്കിയത് അതെന്തുണ്ടായി? അത് കേടുവരാതെ അത് ജനറേഷൻ, തലമുറകൾക്ക്. എന്താണെന്ന് അറിയാമോ? അതൊരു സാക്ഷ്യമാണ്, ഇതൊരു ടെസ്റ്റിമണിയാണ്.
ദൈവം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കൊരു സാക്ഷ്യമാകണം, മക്കളുടെ മക്കൾക്കൊരു സാക്ഷ്യമാകണം. ഹല്ലേലൂയ. നമ്മളതിനു വേണ്ടി കരുതേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ മന്ന അവർക്ക് കൊടുത്തതിലെ അതും ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമുക്കറിയാം ഈ മന്ന എന്തായിരുന്നു? ഫ്രീ ആയിട്ടാണ് അവർക്ക് കിട്ടിയത്. അവരതിനു വേണ്ടി അധ്വാനിക്കേണ്ട, അവർ ചെന്ന് പിറക്കിയാൽ മാത്രം മതി. അവിടെ കാണിക്കുന്നത് എന്താണ്? ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. അത് രണ്ടും അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വിശ്വാസം, നാളത്തേക്ക് എനിക്ക് ഭക്ഷണം കിട്ടും എന്ന് കരുതി ഇന്നത്തെ മന്ന ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തു. വാട്ട് യു നീഡ്? ഫെയ്ത്ത്, അല്ലേ? അത് കൂടുതലായിട്ട് നിങ്ങൾ എടുക്കണ്ട, നാളത്തേക്ക് വെക്കണ്ട എന്ന് പറഞ്ഞാലേ അത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? കൃമി വെച്ച് നടക്കും നിങ്ങളെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഒബീഡിയൻസ് അവിടെ ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സൺഡേ അല്ലെങ്കിൽ ശബത്ത് ഡേ, 7ാമത്തെ ദിവസം അവിടെ പോയപ്പോഴാണ് അവരോട് നിങ്ങൾ പോകണ്ട, നിങ്ങൾക്കിവിടെ ഉണ്ടല്ലോ. എന്നാൽ ചിലർ അവിടെ പോയി നോക്കി. എന്തുപറ്റി? ഒന്നും കണ്ടില്ല. നമ്മൾ ഒബേ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഇറ്റ് വാസ് എ സൂപ്പർ ഫുഡ് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ. ഇന്നും നമുക്ക് വേണ്ടിയത് എന്താണ്? നമുക്ക് വേണ്ടിയത് അവനിൽ വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക. അവൻ പറഞ്ഞത് മുഴുവനും നമ്മുടേതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ടൈറ്റിൽ എന്താണ്? ദി മന്ന ആൻഡ് ദി മെസ്സായ. ഇത് വാസ്തവത്തിൽ ഈ മന്ന എന്തായിരുന്നു? ഇറ്റ് വാസ് ആക്ച്വലി എ ഫോർ ഷാഡോയിങ് ഓഫ് മെസ്സായ. നമുക്ക് വേണ്ടി യാഗമാകാനിരുന്ന ആ യേശുവിനെയാണ് ഈ മന്ന വാസ്തവത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആണോ? അതെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. അവർ മന്ന തിന്നു. അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ആമേൻ ആമേൻ അന്ന് സംഭവിച്ചതാ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ പറയണം ആമേൻ ആമേൻ. ഒന്നുകൂടെ ഉറപ്പിച്ച് ഞാൻ പറയട്ടെ. എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. എന്നാൽ that was only a shadow. But he has given the true bread from heaven, that is the Messiah. ഞാനാകുന്നു വാസ്തവത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം. അപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് മന്ന നിങ്ങൾ എന്തിനെ ഉദ്ദേശിച്ച്? വേറെ ഒന്നിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, മന്നായെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ അതല്ല വാസ്തവത്തിൽ. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഞാനാണ് വാസ്തവത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ അപ്പമായിട്ടാണ് നിങ്ങൾ ഇന്നിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അന്ന് മന്ന കിട്ടിയവർക്ക് അറിയാം യേശു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവം ഉദ്ദേശിച്ചത് എന്താണ്, ദൈവം എന്താ ആഗ്രഹിക്കുന്നു അവർക്ക് മനസ്സിലായി. ഇന്ന് സാക്ഷാൽ ഹല്ലേലൂയ മന്ന നമ്മുടെ കയ്യിലാണ്. സാക്ഷാൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം നമ്മുടെ കയ്യിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യേശു പറഞ്ഞു 6-ാം അധ്യായത്തിൻ്റെ തന്നെ 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. അവർ മരിച്ചു. എന്നാൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാ. ഇത് തിന്നുന്നവൻ മരിക്കത്തില്ല. അന്ന് അവർ മന്ന കഴിച്ചെങ്കിലും അവർ മരിച്ചുപോയി. ഹല്ലേലൂയ. സ്തോത്രം. അത് 40 ആണ്ട് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മന്ന ഉണ്ടല്ലോ, ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ സാക്ഷാൽ അപ്പമുണ്ടല്ലോ. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. സ്തോത്രം. നോക്കണേ, അതിനെ ഡയറക്റ്റായിട്ട് ആ മന്നയെ ഇന്ന് ദൈവം പറയുന്നത് എൻ്റെ മാംസമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. എൻ്റെ മാംസമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതാണ് യഥാർത്ഥ മന്ന, യഥാർത്ഥ സ്വർഗീയ ഭോജ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഹല്ലേലൂയ. ഇനി ഈ സ്വർഗീയ ഭോജ്യം നമുക്കൊന്ന് മന്നായുമായിട്ട്
മന്നയുടെ ചില സവിശേഷതകൾ നമ്മൾ കണ്ടല്ലോ. നമുക്ക് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം വളരെ വേഗത്തിൽ. ഒന്ന്, ഇറ്റ് വാസ് ഗോഡ്സ് ഗ്ലോറി. നമ്മൾ പറഞ്ഞല്ലോ, പ്രഭാതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹല്ലേലൂയ. വായിച്ചാട്ടെ, യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സിനായി കണ്ടു. സ്തോത്രം. അന്ന് മന്നയിൽ കണ്ട തേജസ്സിനേക്കാളും പിതാവിൻ്റെ തേജസ്സായിട്ട് ഞങ്ങൾ അവനെ കണ്ടു. ഈ സ്വർഗീയ മന്ന, ഈ വാസ് ദ ഗ്ലോറി. അന്ന് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് മന്ന കൊടുത്തപ്പോൾ മോശ പറഞ്ഞെങ്കിൽ അവൻ അന്ന് ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ശരിയായ മന്ന, ശരിയായ മഹത്വം നിങ്ങൾ ഒരു ദിവസം കാണും. മോശയ്ക്ക് കാണാൻ പറ്റിയില്ല, എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു പൂർണ്ണമായിട്ടും. സ്തോത്രം. അതേ മഹത്വം നമ്മൾ ഇന്ന് കാണുന്നു. മത്തായിയുടെ സുവിശേഷം 28:20 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. സ്തോത്രം. അത് അവർക്ക് കാനാൻ ദേശത്തെത്തോളം അവർക്ക് ആ മന്ന കൊടുത്തു അല്ലേ? അവിടുത്തെ ബോധ്യം കൊണ്ട് അവർ കഴിക്കുന്നത് വരെ അവർക്ക് ആ മന്ന കൊടുത്തുകൊണ്ടിരുന്നു. യേശുവോ ലോകാവസാനത്തോളം ഞാൻ ഡെയിലി ബ്രെഡ് അല്ലേ, എവറി ഡേ. അവിടെ യേശു പറഞ്ഞെന്താ? ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നാളത്തെ പറ്റി വിചാരപ്പെടണോ? വേണ്ട. അവൻ എല്ലാ നാളും നമ്മോട് കൂടെ മഹത്വമായിട്ട് നമ്മോട് കൂടെ അവൻ ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാകുന്നല്ലോ. യേശു എന്താ പറഞ്ഞേ? നിങ്ങളുടെ പിതാക്കന്മാർ മന്ന കഴിച്ചു, അവർ മരിച്ചുപോയി. ആ മന്ന സ്വർഗീയ മന്ന ആയിരുന്നു, നല്ലതായിരുന്നു, ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു, അവർക്ക് അത്യാവശ്യമായിരുന്നു, എല്ലാം ശരിയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ മരിച്ചുപോയി. എന്നാൽ യേശു എന്താ പറയുന്നത്? അതിനേക്കാളും എത്രയോ എത്രയോ ശ്രേഷ്ഠമേറിയ ബോധ്യമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? അവർക്ക് ആ മന്ന കൊടുത്തത് വെൻ ദേ വെയർ ഇൻ ഗ്രേറ്റ് നീഡ് അല്ലേ? മരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി, ഒന്നുമില്ല, നിങ്ങൾ അവിടെ വെച്ച് മരിച്ചാൽ മതി, അത്രയും ക്രൈസിസിലായിരിക്കുമ്പോഴാണ് ഈ മന്ന കൊടുക്കുന്നത്. നമുക്കോ വി വർ ടോട്ടലി ലോസ്റ്റ്. നമുക്ക് മന്ന കിട്ടിയത്, നമുക്ക് യേശുവിന് കിട്ടിയത് എപ്പോഴാ? നമ്മൾ പാപികളും ദോഷികളും ശത്രുക്കളും കൊള്ളരുതാത്തവരും അകന്നവരും ഒക്കെ ആയിരിക്കുമ്പോൾ അവൻ ഈ മന്ന നമുക്ക് തന്നു. ദ മോസ്റ്റ് എന്താ പറയുക, നീഡഡ് ടൈം that we need this heavenly manna. Hallelujah. അവൻ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മെ കരുതുന്നുണ്ട്. നമ്മള് ഡെയിലി ഓരോ ദിവസവും അവനത് നമുക്ക് തരുന്നു. ഇനി ഇൻഡിവിജ്വലി മന്നയുടെ ക്യാരക്ടറുകൾ എന്തായിരുന്നു? ഓരോരുത്തന് അവനവൻ്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം ദൈവം കൊടുത്തു. വീക്ക്, സ്ട്രോങ്, ഹല്ലേലൂയ അല്ലേ, ബലഹീനന് അല്ലെങ്കിൽ ഒരു പാപി കൂടെ ആയിക്കൊള്ളട്ടെ, അവന് വേണ്ടിയതായ രീതിയിൽ മന്ന കൊടുത്തെങ്കിൽ യേശു എത്രയധികം നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മെ അറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞ്, നമ്മുടെ സിറ്റുവേഷൻസ് അറിഞ്ഞ് നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുകയില്ല. സ്തോത്രം. ഒരു മന്നായ്ക്ക് അത്രമാത്രം അല്ലേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ മന്നായ്ക്ക് അത്രമാത്രം അവർ കുറച്ച് പിറക്കിയവന് കുറച്ച് കിട്ടിയില്ല, കൂടുതൽ പിറക്കിയവന് കൂടുതലും കിട്ടിയില്ല. സ്തോത്രം. അങ്ങനെ ആ മന്നയ്ക്ക് അത്രയും സവിശേഷത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അല്ലേ, ഇറ്റ് വാസ് ടൈലേർഡ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഇന്നയാൾക്ക് കിട്ടിയോ കിട്ടിയില്ലോ ഒരു വിഷയമല്ല കേട്ടോ. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിൻ്റെ സാഹചര്യങ്ങളെ മൊത്തം അറിയാവുന്ന ദൈവത്തെക്കാൾ വലിയവനായിട്ട് വേറെ ആരുമില്ല. നമ്മുടെ യേശുവിനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, തക്ക സമയത്ത് അവൻ അത് നമുക്ക് തന്നു. സ്തോത്രം. ഇനി ഈ മന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നില്ലെന്ന്. ദൈവമായിട്ടൊരു ഡിവോഷനിൽ നിങ്ങളായിരിക്കട്ടെ കേട്ടോ, എല്ലാ ദിവസവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നത്? ആ മന്ന എപ്പോഴും ഒരു ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ദിവസം മന്ന, അത് ഞാൻ കഴിക്കും, അത് കഴിഞ്ഞ് അടുത്ത ദിവസം കഴിക്കും മന്ന.
അവർക്ക് മന്ന കാണുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ, അതോ നമ്മുടെ മന്ന സൺഡേ ആരാധന കഴിഞ്ഞപ്പോൾ പോയതാ മന്ന, പിന്നെ അടുത്ത സൺഡേ വരുമ്പോഴാണ് മന്ന കാണുന്നത്. അങ്ങനെയാണോ? അല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ എപ്പോഴും കാണണം. ഇനി അവർ പറയുന്നു രാവിലെ അത് കണ്ടു, വെയിൽ ഉദിച്ചപ്പോൾ അത് കാണാതെയായിപ്പോയി. യേശുവിനെ നമ്മൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം എല്ലാ ദിവസവും പുറത്തോട്ട് പോകാൻ. പിന്നെ യേശുവിനെ നമ്മൾ അവിടെ വെച്ച് ബൈബിളും കൊണ്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അത് മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ പിന്നെ യേശുവിനെ പുറത്ത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ട് യേശു. മന്ന ഉള്ളിലായിരുന്നു രാത്രി വരെയും എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വേണം. ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. മന്ന കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിശക്കും, അവർക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് മന്ന, സ്വർഗീയ മന്ന ക്രിസ്തുവിനെ നമുക്ക് വേണം, ഇല്ലെങ്കിൽ പുറത്തു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഇറ്റ് വാസ് ക്യാരക്ടർ ബിൽഡിങ്. യേശു നമ്മെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന മന്നയാ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ താങ്ങുന്ന മന്നയാ. അന്ന് 40 വർഷം ചൊരിഞ്ഞ മന്നയ്ക്ക് അത്രമാത്രം ചെയ്യാൻ പറ്റിയെങ്കിൽ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയെങ്കിൽ, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തിന് എത്രമാത്രം ഹല്ലേലൂയ നമ്മെ അനുസരണം പഠിപ്പിക്കുന്ന മന്ന. അതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ 10:5 എന്താ പറഞ്ഞത്? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഇടിച്ചടക്കി. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ക്യാരക്ടർ ബിൽഡിംഗ് ആണ് നടക്കുന്നത്. നമ്മെ ക്രിസ്തുവിൻ്റെതായ ആ സ്തോത്രം സ്വഭാവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കണേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ മന്ന, നമുക്ക് വേണ്ടി ജീവൻ തരുന്ന മന്ന, നമ്മൾ എത്രമാത്രം അതേക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. നമ്മെ മാറ്റിയെടുക്കുന്ന മന്ന. ഇനി പറയുകയാണ് 6-ാം ദിവസം അല്ലെങ്കിൽ ശബത്ത് ഡേ, അന്ന് അവരുടെ 7-ാമത്തെ ദിവസമാണ്. ശബത്ത് ഡേ നിങ്ങൾ എന്തു വേണം? നിങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. മന്നയുടെ പ്രൊവിഷനിൽ അതുണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രൊവിഷനും കൂടെ നമുക്ക് കിട്ടിയപ്പം നമുക്ക് കർത്താവിന് വേണ്ടി സമയമില്ലാതായിപ്പോയി. എന്നാൽ ദൈവം പറയുന്നു എന്ത്? നമുക്കൊരു ദിവസം കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. അത് കർത്താവിന് വേണ്ടി തന്നെ ആയിരിക്കട്ടെ. നമുക്ക് പല സാഹചര്യങ്ങളും വ്യത്യാസങ്ങളുണ്ടാകും. ആഗ്രഹിക്കുക, ദൈവം അതിനുവേണ്ടി നിങ്ങളെ എന്ത് ചെയ്യും? അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കും. മാത്രമല്ല അതിൻ്റെതായ ഒരു പക്ഷേ ഇന്നൊക്കെ ഷിഫ്റ്റ് വർക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പക്ഷെ അതിനുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ, ആഴ്ചയിൽ ഒരു ദിവസം അത് കർത്താവിൻ്റെതാ. മന്ന കൊടുത്തെങ്കിൽ ആ മന്ന അവരെ പഠിപ്പിച്ചു. ഒരു ദിവസം ദൈവത്തിൻ്റെതാ. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ സകലവും എനിക്ക് വേണ്ടി ചെയ്തു തന്നു, എന്നെ രക്ഷിച്ചു, എന്നെ വീണ്ടെടുത്തു, എന്നെ ദൈനംദിനം നടത്തുന്നു എന്ന് പറയുന്ന യേശുവിന് വേണ്ടി ഒരു ദിവസം നമുക്ക് മാറ്റിവെച്ചുകൂടെ? ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ശബത്ത് ദിവസം ഒന്ന് മാറിയിട്ട് അവിടെ പറഞ്ഞ പേരെന്താണ്? യോഹന്നാൻ റെവലേഷൻ 1:10 യോഹന്നാൻ പറഞ്ഞു, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഒരു ദിവസം കർത്താവിന് വേണ്ടിയാ. ഹല്ലേലൂയ. അതിനുകൊണ്ട് ആ ദിവസത്തിൻ്റെ പേരെന്തായി? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. 7 ദിവസത്തിൽ ഒരു ദിവസം, അല്ലെങ്കിൽ മണിക്കൂറുകളാകട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറിയത്തില്ല. സ്തോത്രം. രാവിലെ മുഴുവനും ഈ മന്ന കഴിക്കണം കേട്ടോ, എല്ലാ ദിവസവും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന് വേണ്ടി നമ്മൾ വേർതിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത്രയും മണിക്കൂറുകൾ നിങ്ങൾ മാറ്റിവെക്കണം. ഇത് നമ്മെ പോഷിപ്പിക്കാനാ, നമ്മെ വളർത്താനാ. ഹല്ലേലൂയ. ഒരു ഡിവോഷൻ നമ്മൾ ഇതിലെന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയോ, ദിസ് ഹാസ് ടു ബി എ ടെസ്റ്റിമണി ഫോർ ജനറേഷൻസ്. ഹല്ലേലൂയ. പർപ്പസ്ലി ഈ യേശുവിനെ കുറച്ചെടുത്തു വെക്കണം കേട്ടോ, മക്കൾക്ക് വേണ്ടിയിട്ടേ. ഹല്ലേലൂയ. അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. യേശുവിനെ ബാക്കിയെല്ലാം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ യേശുവിനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് എ ടെസ്റ്റിമണി ഫോർ ജനറേഷൻസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് അവിടെ വെച്ച് അത് ഏറ്റവും നല്ലതാണ്.
ദൈവമക്കളെ, അവർ 40 വർഷം അവർക്ക് ജീവിക്കാൻ വേണ്ടി, എന്നാൽ യേശു പറഞ്ഞു ആ മന്ന കഴിച്ചവർ മരിച്ചുപോയി, എന്നാൽ ഈ മന്ന കഴിക്കുന്നവർ മരിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നിത്യജീവൻ നൽകുന്ന എന്ന് വരെയാ ഇതെന്നറിയാമോ? കർത്താവിനോടുകൂടെ നമ്മൾ ഒരുമിച്ച് ആകുന്ന ആ ദിവസം. അന്ന് മന്നയാണോ കിട്ടുന്നത് ആയിരിക്കത്തില്ല, എനിക്കറിയത്തില്ല. സ്തോത്രം. ഒരുപക്ഷെ അന്ന് നമുക്ക് അവിടെ പോയിട്ട് ശരിക്കുള്ള മന്ന കഴിക്കാം, കാരണം ഹെവൻലി ആണല്ലോ. അതുവരെ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന് ഈ കർത്താവിനെ ഒരിക്കലും വിട്ടുകളയരുത്, ഈ സാക്ഷ്യം ഒരിക്കലും വിട്ടുകളയരുത്, എപ്പോഴും മുറുകെ പിടിക്കണം. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഒരു കാര്യം സംഭവിച്ചു. എവിടെയോ അവർക്ക് ഈ സാക്ഷ്യം നഷ്ടപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എവിടെയോ ഈ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അതായത് തലമുറകൾക്ക് വേണ്ടി എടുത്തു വച്ച ഈ പോട്ട് പിന്നെ കാണാതായി. അതേക്കുറിച്ച് ദൈവവചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതവർക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ 1 രാജാക്കന്മാർ വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 8:9. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലക അല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കണേ, പിന്നീട് ശലോമോൻ പെട്ടകം അവിടെ ആലയം പണിത് അവിടെ പെട്ടകം വെച്ചപ്പോൾ അവിടെ ഈ മന്ന കാണുന്നില്ല. അവിടെ 2 കൽപ്പലകളല്ലാതെ വേറെ ഒന്നുമില്ല. സാക്ഷ്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്തുണ്ടായെന്നറിയാമോ? അവർക്ക് മെസ്സായ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. യഹൂദിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഹല്ലേലൂയ. അവർക്ക് മെസ്സായ വന്നപ്പോൾ അവർക്ക് യഥാർത്ഥ അപ്പം വന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല, അവർക്ക് തിരിച്ചറിഞ്ഞില്ല, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദേ ലോസ്റ്റ് ദ കണക്ഷൻ. ബൈബിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ, അത് എവിടെ പോയെന്ന് ആർക്കും പറയുന്നില്ല. പക്ഷേ അവർക്ക് കാണുന്നില്ല. ദേ ലോസ്റ്റ് ദ ടെസ്റ്റിമണി. ദൈവമക്കളെ, യേശുവിനെ നമ്മൾ മുറുകെ പിടിക്കുക, യേശുവിനെ ഉൾക്കൊള്ളുക. നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മന്ന എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദ നെയിം അബോവ് ഓൾ നെയിംസ്. ഹല്ലേലൂയ, ദ കിങ് ഓഫ് കിങ്, ദ കിങ് ഓഫ് കിങ് ആൻഡ് ഹല്ലേലൂയ ദ ലോർഡ് ഓഫ് ലോർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. ഹല്ലേലൂയ, അവനാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്, വെറും മന്നയല്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മെ ഹല്ലേലൂയ വീണ്ടെടുത്തിരിക്കുന്നു. ഇന്ന് നമുക്ക് ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്. നമുക്ക് എത്ര പ്രിവിലേജാണ്. ആ അപ്പമാണ്. എൻ്റെ അപ്പം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവൻ ഇല്ല.